കൊമ്പുകൾ അപകടകരമായ രീതിയിൽ വളർന്നതോടെ ശ്രീവല്ലഭദാസൻ തിരുവല്ല ജയരാജന് ദുരിതകാലം. കൊമ്പ് മുറിക്കണമെന്നാവശ്യപ്പെട്ട നടപടിക്രമങ്ങൾ ജനുവരിയിൽ തുടങ്ങിയതാണ്. വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വനവകുപ്പിന്റെയും മെല്ലെപ്പോക്കാണ് കൊമ്പ് മുറിക്കൽ വൈകാൻ കാരണം. കൊമ്പുകൾ അപകടകരമായ രീതിയിൽ വളർന്നതോടെ ശ്രീവല്ലഭദാസൻ തിരുവല്ല ജയരാജൻ എന്ന ആന ദുരിതം പേറുകയാണ്. കൊമ്പ് മുറിക്കണമെന്ന് ആവശ്യപ്പെട്ട നടപടിക്രമങ്ങൾ ജനുവരിയിൽ തുടങ്ങിയതാണ്. എന്നാൽ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വനവകുപ്പിന്റെയും മെല്ലെപ്പോക്കാണ് കൊമ്പ് മുറിക്കൽ വൈകാൻ കാരണം. കഴിഞ്ഞ ജനുവരിയിൽ കൊമ്പ് മുറിക്കുന്നത് സംബന്ധിച്ച കത്ത് വനംവകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ ഇതുവരെ അതിൽ പരിഹാരം ഉണ്ടായില്ല. മാസം 5 കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡും തുടർപ്രവർത്തനം നടത്തിയില്ല. ഇനിയും തീരുമാനമായാലും ഫലത്തിൽ കാര്യങ്ങൾ നടന്നു വരാൻ മതപ്പാട് കാലം കഴിഞ്ഞേക്കും. ഇതോടെ ഈ കാലയളവിലെ ജീവിതം ആനയ്ക്ക് കൂടുതൽ ദുസ്സഹമാകും. നമ്മുടെ ആന തിരുവല്ല ദേവസ്വം ആന ജയരാജൻ്റെ സുഖചികിത്സാർത്ഥം ഇന്ന് മുതൽ അതിൻ്റെ സുഖചികിത്സയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മറ്റ് ധാന്യവർഗ്ഗങ്ങളും തുടർന്ന് കൊടുക്കുന്നതിലേക്കും ഈ മതപ്പാടിൻ്റെ ലക്ഷണത്തിലോട്ടായി വരുന്നതുകൊണ്ട് ഈ വർഷം ശകലം നേരത്തെയാണ് മുൻകാലങ്ങളെക്കാളും. അപ്പോൾ ആയത് കാരണം അതിനെ തുടർന്ന് മതപ്പാടിന് ശേഷം കൊമ്പ് മുറിക്കുന്നതിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 2022 ആഗസ്റ്റിലാണ് ആനയുടെ കൊമ്പ് അവസാനമായി മുറിച്ചത്. അന്ന് മാധ്യമങ്ങളുടെയും ഭക്തരുടെയും ഇടപെടൽ മൂലമാണ് ബോർഡ് നടപടിയെടുത്തത്. മുൻപ് 2015-ലും 2019-ലും മുറിച്ച് ആകൃതി വരുത്തിയിട്ടുണ്ട്. 29 വയസ്സുള്ള ഗജരാജൻ ജയരാജിന് കൊമ്പുകളായിരുന്നു എക്കാലത്തെയും വലിയ പ്രശ്നം. കൊമ്പ് വളർന്ന് തുമ്പിക്കൈ ഉയർത്താനാകാത്ത അവസ്ഥ ഏറെ വേദനാജനകമാണ്. ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൊമ്പുകളിൽ ഉരസി തുമ്പിക്കൈ മുറിഞ്ഞ് വേദനയും സഹിച്ചാണ് ആന മതിൽക്കകത്ത് തുടരുന്നത്. ക്ഷീണിതനായ ജയരാജിന്റെ പ്രശ്നം ആനപ്രേമികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ദേവസ്വം ബോർഡ് പരിഗണനയെങ്കിലും ഉണ്ടായത്.